യെസ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബ്രെയിനിൻ്റെ സ്ട്രക്ചറാണ് കണ്ടത്. നൗ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ അടുത്ത ഓർഗൻ സ്പൈനൽ കോഡാണ്. സ്പൈനൽ കോഡ് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഡോർസൽ സൈഡിലൂടെ പിറകുവശത്ത് ബ്രെയിൻ ടു ദ ടിപ്പ് ഓഫ് ദ അബ്ഡമൻ വരെ പോകുന്ന ഒരു ഓർഗനാണ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറാണ് സ്പൈനൽ കോഡ്. വേർട്ടിബ്രൽ കോളത്തിനകത്തുകൂടിയാണ് സ്പൈനൽ കോഡ് സഞ്ചരിക്കുന്നത്. ഏകദേശം 41 സെൻറ്റിമീറ്റർ നീളമുണ്ട്. നിങ്ങളുടെ ചെറുവിരലിൻ്റെ അത്രയും വലിപ്പം കാണാം. അങ്ങനെയുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓർഗനാണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ സ്പൈനൽ കോഡ്. സുഷുമ്ന നാഡി എന്ന് മലയാളത്തിൽ പറയും. ഇറ്റ് ഈസ് എൻക്ലോസ്ഡ് വിത്തിൻ ദ സ്പൈനൽ കനാൽ വെർട്ടിബ്രൽ കോളം. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ പ്രൊട്ടക്റ്റഡ് ബൈ മെനിഞ്ചസ്. ഓക്കെ, ഇറ്റ് ഹാസ് എ സെൻട്രൽ കനാൽ. സ്പൈനൽ കോഡിനകത്തൂടെ ഒരു ചെറിയ ട്യൂബുണ്ട്, കനാൽ, filled with or containing cerebrospinal fluid CSF, outer white matter and inner grey matter. നിങ്ങൾക്കറിയാം, ബ്രെയിനിൻ്റെ ഔട്ടർ ഗ്രേ മാറ്ററും ഇന്നർ വൈറ്റ് മാറ്ററും ആണെങ്കിൽ സ്പൈനൽ കോഡ് നേരെ തിരിച്ചാണ്. ഔട്ടർ വൈറ്റ് മാറ്റർ, ഇന്നർ ഗ്രേ മാറ്റർ. ഫങ്ഷൻസ്: കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ, സെൻറ്റർ ഓഫ് സ്പൈനൽ റിഫ്ലക്സ്. ഓക്കെ, നൗ പെരിഫറൽ നെർവ് സിസ്റ്റം. പെരിഫറൽ ന്യൂറോസിസ്റ്റം, PNS എന്ന് പറയുന്നത്, ഇറ്റ് ഇൻക്ലൂഡ്സ് ക്രേനിയൽ നെർവ്സ് ആസ് വെൽ എസ് സ്പൈനൽ നെർവ്സ്. പെരിഫറൽ നെർവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിനകത്ത് തലച്ചോറിൽ നിന്ന് ഉത്ഭവിക്കുന്ന നെർവുകളും സ്പൈനൽ കോഡിൽ നിന്ന് ഉത്ഭവിക്കുന്ന നെർവുകളുണ്ട്. ക്രേനിയൽ നെർവ്സ് എന്ന് പറഞ്ഞാൽ ദറ്റ് നെർവ് സ്റ്റാർട്ട് ഫ്രം ദ ബ്രെയിൻ. ദർ ആർ 12 pairs ഓഫ് ക്രേനിയൽ നെർവ്സ് ആൻഡ് ദർ ആർ 31 pairs ഓഫ് സ്പൈനൽ നെർവ്സ്. ഓക്കെ, ക്രേനിയൽ നെർവ്സിൻ്റെ പേരുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്പൈനൽ നെർവ്സാണ് ഇപ്പുറം കാണിച്ചിരിക്കുന്നത്. ഓക്കെ, രണ്ട് തരം ടൈപ്പ് പെരിഫറൽ നെർവ് സിസ്റ്റം ഉണ്ട്. വൺ ഈസ് കോൾഡ് അഫറൻറ്റ് സെൻസറി ഫൈബേഴ്സ്, ഇഫറൻറ്റ് മോട്ടോർ ഫൈബേഴ്സ്. നമുക്ക് അത്രയൊന്നും അത് ഇമ്പോർട്ടൻ്റ് അല്ല സിലബസ് പ്രകാരം. നിങ്ങൾ പെരിഫറൽ നെർവ് സിസ്റ്റത്തിന് 2 ഡിവിഷൻസ് ഉണ്ട്. സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ആസ് വെൽ ആസ് സൊമാറ്റിക് നെർവ് സിസ്റ്റം ആസ് വെൽ ആസ് ഓട്ടോണോമസ് നെർവ് സിസ്റ്റം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സൊമാറ്റിക് നെർവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദറ്റ് മൂവ് ടു ദി സ്കെലിറ്റൻ അല്ലെങ്കിൽ സ്കെലിറ്റൽ മസിൽസ്. ഓട്ടോണോമസ് നെർവ് സിസ്റ്റം 2 ഉള്ളത്. അതിൻ്റെ വർക്കിംഗ് സ്വന്തമാണ്. ദറ്റ് ഈസ് കോൾഡ് സിമ്പത്തറ്റിക് നെർവ്സ് ആസ് വെൽ ആസ് പാരാസിമ്പത്തറ്റിക് നെർവ്സ്. സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ആസ് വെൽ ആസ് പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം. ഓക്കെ, സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം എമർജൻസിയിലൊക്കെ ആക്ട് ചെയ്യുന്ന നെർവ് സിസ്റ്റമാണ്. നമ്മുടെ ഹാർട്ട് ബീറ്റ് റേറ്റ് കൂട്ടുക, ബ്രീത്തിങ് റേറ്റ് കൂട്ടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ. തിരിച്ച് നോർമലിലേക്ക് എത്തിക്കുന്ന ഒരു സ്ട്രക്ചറാണ് പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം. ഓക്കെ, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. റിഫ്ലക്സ് ആക്ഷൻ. എന്താ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ റാപ്പിഡ് ഇൻവോളണ്ടറി ആൻഡ് അൺകോൺഷ്യസ് ആക്ഷൻ ഓഫ് ദ ബോഡി ഇൻ റെസ്പോൺസ് ടു സ്റ്റിമുലസ്. ഒരു സ്റ്റിമുലസിനെതിരെ ബോഡി നടത്തുന്ന അനൈച്ഛികമായും ആകസ്മികമായും ഉണ്ടാകുന്ന പ്രവർത്തനത്തെയാണ് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. അല്ലേ, നമ്മുടെ കണ്ണിന് നേർക്ക് എന്തെങ്കിലും വന്ന് നമ്മൾ പെട്ടെന്ന് കണ്ണടയ്ക്കും, അല്ലെങ്കിൽ തല പുറകോട്ട് വലിക്കും. ഇത് നമ്മൾ അറിയാതെ ചെയ്യുന്നതാണ്. കാലിൽ നടക്കുന്ന സമയത്ത് കാലൊരു കല്ല് മുട്ടിക്കഴിഞ്ഞാലോ എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്റ്റ് മുട്ടിക്കഴിഞ്ഞാലോ നമ്മൾ അറിയാതെ കാല് പിൻവലിക്കും. ഇതൊക്കെയാണ് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. അല്ലെ, തീയിലേക്ക് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ കൈ പെട്ടെന്ന് പിൻവലിക്കും. ബോഡിയെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു ഫിനോമിനയാണ് റിഫ്ലക്സ് ആക്ഷൻ. ഈ റിഫ്ലക്സ് ആക്ഷൻ 2 തരത്തിലുണ്ടാവാം. ചിലപ്പോൾ ബ്രെയിൻ നടത്തുന്ന റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടാവാം, ദാറ്റ് ഈസ് കോൾഡ് ക്രേനിയൽ റിഫ്ലക്സ്. സ്പൈനൽ കോഡ് കൺട്രോൾ ചെയ്യുന്ന റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടാവും, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സ്പൈനൽ റിഫ്ലക്സ്. ഓക്കെ, ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്. സഡൻ വിഡ്രോവൽ, പിന്നെ സക്കിംഗ് റിഫ്ലക്സ്, ക്ലോസിംഗ് ഓഫ് ഐലിഡ്സ്, നീ ജെർക്ക്. ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിഫ്ലക്സുകളാണ്. ഓക്കെ, നീ ജെർക്ക് ഫിനോമിന. നീ മീൻസ് കാൽമുട്ട്. നമ്മളിപ്പം പിന്നെ കാൽമുട്ട് തൂക്കിയിട്ടിട്ട് കാൽമുട്ടിലേക്ക് ചെറിയൊരു റബ്ബർ ഹാമർ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ കാലൊന്ന് ഷെയ്ക്ക് ചെയ്യും, അറിയാതെ തന്നെ. അത് കാലിൻ്റെ റിഫ്ലക്സിനെയാണ് കാണിക്കുന്നത്, നീ ജെർക്ക് ഫിനോമിന. ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. നീ ജെർക്ക്, ഇതിനകത്ത് വരുന്ന ഫിനോമിനസ് നമുക്ക് ഇവിടെ കാണാം. കൺട്രോളിങ് സിസ്റ്റം സ്പൈനൽ കോഡാണ്. സ്പൈനൽ കോഡിൽ നിന്നും നമുക്ക് കാണാം സെൻസറി നെർവ്സും ഉണ്ട്, മോട്ടോർ നെർവ്സും ഉണ്ട്. അല്ലേ, അപ്പോൾ ഇവിടെ മുട്ടിക്കഴിഞ്ഞാൽ സെൻസറി നെർവ്സിൽ നിന്നും ഇമ്പൾസ് സ്പൈനൽ കോഡിലേക്ക് പോകുന്നു. ദെൻ സ്പൈനൽ കോഡിൽ സെൻസറി നെർവ്സിനെ പിന്നെ ഇഫറൻറ്റ് നെർവ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർ ന്യൂറോൺ ഉണ്ട്. പിന്നെ ഈ ഇഫറൻറ്റ് ന്യൂറോൺസ് വഴി ഇമ്പൾസ് മസിൽസിലേക്ക് വരും, മസിൽ ആക്ട് ചെയ്യും. അപ്പം നമ്മൾ ഹാമർ വെച്ച് കാൽമുട്ട് അടിക്കുന്ന സമയത്ത് ആ കാൽമുട്ടിൽ അടിക്കുന്ന അടിക്കൽ അതൊക്കെ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റിസെപ്റ്റേഴ്സ് ഉണ്ട്. ആ റിസെപ്റ്റേഴ്സിൽ നിന്നും ഇമ്പൾസ് സെൻസറി അല്ലെങ്കിൽ അഫറൻറ്റ് ന്യൂറോൺസ് വഴി ഇങ്ങനെ പോയി സ്പൈനൽ കോഡിലേക്ക് എത്തും. സ്പൈനൽ കോഡിന് ഇൻ്റർ ന്യൂറോൺ വഴി ഇഫറൻറ്റ് അല്ലെങ്കിൽ മോട്ടോർ ന്യൂറോൺസിലേക്ക് എത്തും. മോട്ടോർ ന്യൂറോൺസ് വഴി അത് മസിൽസിലേക്ക് പോകും. മസിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും ഒരു സെൻസർ ഉണ്ട്. ഇങ്ങനെയാണ് റിഫ്ലക്സ് ഇമ്പൾസുകളുടെ
പിന്നെ കടന്നു പോകും. അപ്പോൾ അങ്ങനെ നമുക്ക് ദ പാത്ത് വേ ഓഫ് ഇമ്പൾസ് ഇൻ എ റിഫ്ലക്സ് ആക്ഷൻ ഇസ് കോൾഡ് റിഫ്ലക്സ് ആർക്ക്. പഠിച്ചോണം, ദ പാത്ത് വേ ഓഫ് ഇമ്പൾസ്, ഒരു റിഫ്ലക്സ് ആക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇമ്പൾസുകളുടെ പാത്ത് വേ ആണ് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തൊക്കെ വരും? റിസപ്റ്റർ ഓർഗൻ വരും, സെൻസറി ന്യൂറോൺ വരും, ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ കണക്ടർ വരും, ദെൻ മോട്ടോർ അല്ലെങ്കിൽ ഇഫറൻ്റ് ന്യൂറോൺസ് വരും, ദെൻ എഫക്റ്റഡ് ഓർഗൻസ്. ഇത്രയും സ്ട്രക്ചറുകളാണ് റിഫ്ലക്സ് ആക്ഷനിൽ, റിഫ്ലക്സ് ആർക്കിൽ വരുന്നത്. പിന്നെ ഫ്ലോ ചാർട്ട് പോലെ എഴുതാൻ നമുക്ക് പറ്റണം. ഓക്കെ, ദെൻ കംസ് ദ സെൻസ് ഓർഗൻസ്. സെൻസ് ഓർഗൻസിൽ നമുക്ക് ഒരുപാട് സെൻസ് ഓർഗൻസിൻ്റെ സിലബസ് പ്രകാരം നമുക്ക് കണ്ണും ചെവിയും മാത്രമാണ് കാര്യമായിട്ട് പഠിക്കാനുള്ളത്. നമുക്ക് പൊതുവെയുള്ള 5 സെൻസ് ഓർഗൻസ് ഉണ്ട്. സ്കിന്ന്, ഐ, ഇയർ, നോസ്, ടങ്, ഇതൊക്കെയാണ് സെൻസ് ഓർഗൻസ്. അത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ കൺട്രോളിലാണ്. ഐ ആണ് നമുക്ക് ആദ്യത്തേത്. 2 eyes ആർ ലൊക്കേറ്റഡ് ഇൻ ദ സോക്കറ്റ്സ് ഓഫ് ദ സ്കൾ കോൾഡ് ഓർബിറ്റ്സ്. തലയോട്ടിലെ കുഴിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദാറ്റ് കുഴിയാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇൻ അഡൽട്ട് ഹ്യൂമൻ ഐ ബോൾ ഈസ് നിയർലി സ്പെറിക്കൽ. ഒരു പ്രായപൂർത്തിയായിട്ടൊരു മനുഷ്യൻ്റെ ഐ ബോൾ, നേത്രഗോളം എന്നാണ് പറയുക, അത് സ്പെറിക്കലാണ്, ഗോളാകൃതിയിലാണ്. 3 ലെയർ ഉണ്ട് ഐ ബോൾസിന്. സ്ക്ലീറ, ദൃഢപടലം, കൊറോയിഡ്, രക്തപടലം, റെറ്റിന, ദൃഷ്ടിപടലം. കണ്ണിൻ്റെ സ്ട്രക്ചർ 10ാം ക്ലാസ്സിൽ വൃത്തിയായിട്ട് വരച്ച് നിങ്ങൾ പഠിച്ചതാണ്. ഓക്കെ, ആദ്യം സ്ക്ലീറ, ദൃഢപടലം. എക്സ്റ്റേണൽ ലെയർ ഫോംഡ് ഓഫ് എ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. ആൻറ്റീരിയർ ട്രാൻസ്പെറൻറ്റ് പോർഷൻ ഓഫ് ദ സ്ക്ലീറ ഈസ് കോൾഡ് കോർണിയ. കോർണിയ പൊതുവേ ഒപ്പേക്കാണ്, പക്ഷേ ഇതിൻ്റെ കോർണിയയുടെ സ്ക്ലീറ പൊതുവേ ഒപ്പേക്കാണ്, പക്ഷേ സ്ക്ലീറയുടെ ഫ്രണ്ട് ഭാഗം മാത്രം ട്രാൻസ്പെറൻ്റ് ആണ്, പ്രകാശത്തെ കടത്തി വിടും. ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്ക്ലീറയുടെ ഭാഗത്തെയാണ് കോർണിയ എന്ന് വിളിക്കുന്നത്. കോർണിയ. ഓക്കെ, രണ്ടാമത്തെ ലെയറാണ് കൊറോയിഡ് ലെയർ, രക്തപടലം. ബ്ലൂയിഷ് മിഡിൽ ലെയറാണിത്. ബ്ലൂ നിറത്തിലുള്ള മധ്യഭാഗമാണ് പിന്നെ കൊറോയിഡ് ലെയർ. അതിനകത്ത് ധാരാളം ബ്ലഡ് വെസൽസ്, നെർവ്സ് എല്ലാം കാണാം. തിൻ ഓവർ posterior 2/3 of the eyeball which is thick in the anterior part to form a ciliary body. നമുക്ക് ഈ കൊറോയിഡ് ലെയർ, ഇതാണ് കൊറോയിഡ് ലെയർ. കൊറോയിഡിൻ്റെ ഫ്രണ്ട് ഭാഗം അവിടെ ഒരു സീലിയറി ബോഡി എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ കാണാൻ സാധിക്കും. നമുക്കിവിടെ കാണാൻ കൃത്യമായിട്ട് ഏറ്റവും പുറമേയുള്ള ഭാഗം സ്ക്ലീറ, രണ്ടാമത്തെ ലെയർ കൊറോയിഡ് ലെയർ ബ്ലൂയിഷ് കളറാണ്. അതിനകത്ത് നമുക്ക് മെലാനിൻ പിഗ്മെൻറ്റുകളും ബ്ലഡ് വെസൽസ് എല്ലാം കാണാം. പിന്നെ കൊറോയിഡ് ലെയറിൽ സീലിയറി ബോഡി എന്ന് പറഞ്ഞാൽ തിക്കായിട്ടൊരു പോർഷൻസ് കാണാം ഇതിൻ്റെ ഫ്രണ്ട്, കൊറോണയ്ക്ക് തൊട്ട് പിറകിലായിട്ട്. ഓക്കെ, സീലിയറി ബോഡി കണ്ടിന്യൂസ് ഫോർവേഡ് ടു ഫോം എ വിസിബിൾ പിഗ്മെൻറ്റ് ഒപ്പേക്ക് പോർഷൻസ് കോൾഡ് ഐറിസ്. ഇതാണ് ഐറിസ് എന്ന് പറയുന്ന ഭാഗം. ഐറിസിൽ നമുക്ക് സീലിയറി ആൻഡ് ഐറിസിൽ നമുക്ക് സർക്കുലാർ ലോഞ്ചിറ്റ്യൂഡൽ മസിൽസ് കാണാം. ഐറിസിൻ്റെ മധ്യത്തിലൊരു ദ്വാരം കാണാം. അതിനാണ് നമ്മൾ പ്യൂപ്പിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പ്യൂപ്പിൾ. ഈ പ്യൂപ്പിളിൻ്റെ വലിപ്പം പിന്നെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യലാണ് ഐറിസിൻ്റെ ജോലി. ഇറ്റ് കൺട്രോൾ ദ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ. ഐറിസ് കൺട്രോൾ ദ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ. അതുവേ ഉള്ളിലേക്ക് കടക്കുന്ന പിന്നെ പ്രകാശത്തിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഐബോൾ കണ്ടെയ്ൻസ് എ ട്രാൻസ്പെറൻറ്റ് ക്രിസ്റ്റലൈൻ ലെൻസ് ഓൾസോ. ലെൻസ് ഹെൽഡ് പ്ലേസ് ബൈ ലിഗമെൻറ്റ്സ് അറ്റാച്ച്ഡ് ടു സീലിയറി ബോഡി. സീലിയറി ബോഡിയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലിഗമെൻറ്റുകളാണ് ലെൻസിനെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്. ഹ്യൂമൻ ഐയിലെ ലെൻസിൻ്റെ പേരെന്താണ്? കോൺവെക്സ് ലെൻസ്. അപ്പം കോർണിയയുടെ പിറകിൽ ഐറിസിൻ്റെ മധ്യത്തിൽ പ്യൂപ്പിളിൻ്റെയും ഉള്ളിലായിട്ട് കോൺവെക്സ് ലെൻസ്. ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ് റെറ്റിന, ദൃഷ്ടിപടലം. ഇന്നർ ലെയർ, അതിനകത്ത് ഗാംഗ്ലിയോൺ സെൽസ് കാണാം, ബൈപോളാർ സെൽസ് ആൻഡ് ഫോട്ടോ റിസെപ്റ്റർ സെൽസ് കാണാം. ഫോട്ടോ റിസെപ്റ്റർ സെൽസ് 2 ഉണ്ട്. റോഡ് ആൻഡ് കോൺ സെൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. റോഡ് ആൻഡ് കോൺ സെൽസ്, ദേ ആർ ഫോട്ടോ സെൻസിറ്റീവ് പ്രോട്ടീൻസ് കോൾഡ് ഫോട്ടോ പിഗ്മെൻറ്റ്സ്. ഫോട്ടോ പിഗ്മെൻറ്റ്സ് ആർ ഫോംഡ് ഓഫ് ഒപ്സിൻ ആൻഡ് റെറ്റിനൽ. ഈ റോഡ് കോൺ സെൽസിനകത്ത് പ്രത്യേകതരം പിഗ്മെൻറ്റുകളുണ്ട്. ആ പിഗ്മെൻ്റാണ് ഫോട്ടോ പിഗ്മെൻറ്റ് എന്ന് വിളിക്കുക. അത് 2 പിന്നെ കെമിക്കൽസ് ചേർന്നതാണ്. ഫോംഡ് ഓഫ് ഒപ്സിൻ എ പ്രോട്ടീൻ ആൻഡ് റെറ്റിനൽ എൻ ആൽഡിഹൈഡ് ഓഫ് വൈറ്റമിൻ എ. ഇപ്പോൾ കണ്ണിൻ്റെ പ്രവർത്തനത്തിന് വളരെ അത്യാവശ്യമാണ് വൈറ്റമിൻ എ എന്നാണ് പറഞ്ഞു വരുന്നത്. ബിക്കോസ് ഈ വൈറ്റമിൻ എ എന്തുണ്ടാക്കാൻ കാരണമാകുന്നത്? റെറ്റിനൽ ഉണ്ടാക്കാൻ കാരണമാകും. അതൊരു ആൽഡിഹൈഡാണ്. അതിൻ്റെ കൂടെ ഒപ്സിൻ എന്ന് പറഞ്ഞ സാധനവും കൂടെ ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ പിന്നെ പ്രോട്ടീൻ കൂടെ ചേരുമ്പോഴാണ് പിഗ്മെൻറ്റ് ഉണ്ടാകുന്നത്. റെറ്റിന. കോൺ സെൽസ് ഫംഗ്ഷൻ എന്താണ്? ഡേ ലൈറ്റ്, ഫോട്ടോപിക് വിഷൻ നൽകുന്നു. ദേ ആർ 3 ടൈപ്സ് ഓഫ് കോൺ സെൽസ് കണ്ടെയ്നിങ് റെഡ്, ഗ്രീൻ, ബ്ലൂ ലൈറ്റ്. 3 കളറുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺ സെല്ലുകൾക്ക് സാധിക്കും. അതിൻ്റെ ഷേപ്പ് കോൺ ഷേപ്പാണ്. ഓക്കെ, ദീസ് സെൻസേഷൻസ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ കോമ്പിനേഷൻ ഓഫ് ദീസ് കോൺസ് ആൻഡ് ദർ ഫോട്ടോ പിഗ്മെൻറ്റ്സ്. വെൻ കോൺസ് ആർ സ്റ്റിമുലേറ്റഡ് ഈക്വലി എ സെൻസേഷൻ ഓഫ് വൈറ്റ് ലൈറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്.
റോഡ് സെൽസ്, റോഡ് ഷേപ്ഡ് ആണ് അതിൻ്റെ ഫങ്ഷൻ. നൈറ്റ് ട്വൈലൈറ്റ് അല്ലെങ്കിൽ രാത്രികാലത്തുള്ള മങ്ങിയ പ്രകാശം കാണിക്കുന്ന സ്കോട്ടോപ്പിക് വിഷൻ ആണ് പറയുക. മറ്റേത് ഫോട്ടോപ്പിക് വിഷൻ. റോഡ് സെൽസ് സ്കോട്ടോപ്പിക് വിഷൻ. ദേ കണ്ടെയ്ൻസ് എ പർപ്പിളിഷ് റെഡ് പ്രോട്ടീൻ കോൾഡ് റൊഡോപ്സിൻ. റോഡ് സെൽസിൽ കാണുന്ന പിഗ്മെൻ്റ് റൊഡോപ്സിൻ. മറ്റത് ശരിക്കും അയഡോപ്സിൻ എന്നാണ് അതിനെ വിളിക്കേണ്ടത് കോൺ സെൽസിൽ. ഓക്കെ, വിഷ്വൽ പർപ്പിൾ. ഇറ്റ് കണ്ടെയ്ൻസ് എ ഡെറിവേറ്റീവ്സ് ഓഫ് വൈറ്റമിൻ എ. നൈറ്റ് ബ്ലൈൻഡ്നെസ്, നിങ്ങൾക്കറിയാം നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ഇത് ഐസ് ഡിസോർഡർ ഡ്യൂ ടു ദി ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന ഒരു രോഗമാണ് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ റെറ്റിനക്കകത്ത് നമുക്ക് നെർവ്സ് കാണാം, ഒപ്റ്റിക് നെർവ്സ് കാണാം, ലെലീസ് ഐസ് ആൻഡ് റെറ്റിനൽ ബ്ലഡ് വെസൽസ് ഇൻറ്റൻസിറ്റി. ഹിയർ ഫോട്ടോ റിസെപ്റ്റർ സെൽസ് ആർ ആബ്സെൻറ്റ്. ഇറ്റ്സ് കോൾഡ് ബ്ലൈൻഡ് സ്പോട്ട്. ഓക്കെ, ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട് അതിനകത്ത് എന്നാണ് പിന്നെ കണ്ണിനകത്തുള്ള നാഡികളൊക്കെ ഉത്ഭവിക്കുന്നത് ബ്ലൈൻഡ് സ്പോട്ട്. ഓക്കെ, റെറ്റിന. Lateral blind spot, there is a yellowish pigment called macula luteae, yellow spot with a central pit fovea. Okay, central artery and veins emerging from the optic disc. Macula luteae, optic disc. Okay, retina. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അക്വസ് ആൻഡ് വിട്രിയസ് ഹ്യൂമർ. നമുക്ക് കണ്ണിനകത്ത് ബോളാണ്, രണ്ട് സ്പേസ് ഉണ്ട്. ഒന്ന് നമുക്ക് കോർണിയക്ക് ലെൻസിനിടയിലുള്ള സ്പേസ്, ദറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് അക്വസ് ചേംബർ. അതിനകത്തൊരു ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്നു, അക്വസ് ഫ്ലൂയിഡ്. അതുപോലെ തന്നെ ലെൻസിനും റെറ്റിനക്കൂടെയുള്ള വലിയ സ്പേസ്, ദറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് വിട്രിയസ് ചേംബർ. അതിനകത്തൊരു വിട്രിയസ് ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ കണ്ണ് ശരിക്കും വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു ജെല്ലി ടൈപ്പ് വെള്ളം നിറഞ്ഞിരിക്കുന്ന ഫ്ലൂയിഡാണ്. ഓക്കെ, അക്വസ് ചേംബർ, അക്വസ് ഹ്യൂമർ. വിട്രിയസ് ചേംബർ, വിട്രിയസ് ഹ്യൂമർ. ഇപ്പോൾ കണ്ണ് കാഴ്ച എങ്ങനെ ഉണ്ടാകുന്നത്? ഇതാ ഈ വസ്തുവിൽ നിന്ന് വീഴുന്ന ലൈറ്റ് കോർണിയയിലൂടെ, പ്യൂപ്പിളിലൂടെ, ലെൻസിലൂടെ റെറ്റിനയിൽ ഫോക്കസ് ചെയ്യുന്നു. ഡിസോസിയേഷൻ ഓഫ്